നമസ്കാരം. ശ്രീനാഥ് നമ്പൂതിരിയാണ്. പെരികമനയില്ല. നമ്മൾ എല്ലാവരും പിറന്നാൾ ആഘോഷിക്കുന്ന ആൾക്കാരാണ്. പലതരത്തിലായിക്കൊണ്ട് പലതരത്തിലുള്ള ആഘോഷങ്ങളിൽ ഏർപ്പെട്ടും അതോടൊപ്പം കുടുംബാംഗങ്ങളോടൊപ്പം ഒത്തുചേർന്നും പലതരത്തിലുള്ള ഒരു ആനന്ദം തന്നെയാണ് അല്ലേ. ജാതാഹ്ലാദോ എന്ന് പുരാണത്തിൽ പലയിടത്തും പരാമർശിച്ചിട്ടുണ്ട്. ഭഗവത് അവതാരങ്ങളും അതിന് തത്തുല്യമായ പല പല സംഗതികൾ നടക്കുമ്പോഴും അവിടെയുള്ള ആൾക്കാർക്ക് ആ ഒരു ബന്ധുമിത്രാദികൾക്കുള്ളതിനെ ജാതമായ ആഹ്ലാദം എന്നാണ്. ഒരു ആഹ്ലാദം ഉണ്ടാവുക എന്നുള്ളതാണ്, പ്രകർഷേണ സംഭവിക്കും. അതിൻ്റെ ഒരു പ്രത്യേകത ഒന്ന് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ പിറന്നാൾ എന്നുള്ളത് സാധാരണ ഒരു കാര്യമല്ല. മനുഷ്യനെ സംബന്ധിച്ച് യോഗാതുരോഗ വിനാശനം നക്ഷത്രാത് ഹരതി പാപ എന്ന ശാസ്ത്രത്തിൻ്റെ ഒരു വിജ്ഞാനമായ അവസ്ഥയാണ്. അതായത് ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിവിനെയും എങ്കിൽ വിജ്ഞാനം എന്നുള്ളത് അത് ശാസ്ത്രത്തിൻ്റെ അനുഭവത്തെയുമാണ് സൂചിപ്പിക്കുക. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ അനുഭവത്തെ എങ്ങനെയാണ് മനുഷ്യനിൽ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശാസ്ത്രം പറഞ്ഞതായ നക്ഷത്രാത് ഹരതി പാപം എന്നുള്ളതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അതിലെന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെ നമുക്ക് ആചരിക്കാൻ വേണ്ടി സാധിക്കുമ്പോഴാണ് ജ്ഞാനവിജ്ഞാന സംയുതം, ആ ജ്ഞാനം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുക. അല്ലെങ്കിൽ ആ ഒരു ശാസ്ത്രം എന്തൊന്നിനു വേണ്ടിയിട്ടാണോ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ പൂർണ്ണത അപ്പോഴാണ് എത്തുക എന്ന് ഋഷീശ്വരന്മാർ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ പിറന്നാൾ ദിനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ചന്ദ്രൻ ഒരു പ്രത്യേക മേഖലയിലൂടെ സഞ്ചരിക്കുന്ന ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ നക്ഷത്രം എന്ന് പറയാറ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ജനിക്കുന്ന ആൾക്കാർക്ക് ആ നക്ഷത്രമാണ് എന്ന് നമ്മൾ പറയും. ഇപ്പോൾ ഉദാഹരണം, മേടൻ രാശിയിലൂടെ ചന്ദ്രൻ 2.5 ദിവസം സഞ്ചരിക്കുമ്പോൾ, 2.25 നക്ഷത്രം സഞ്ചരിക്കുമ്പോൾ ആ സമയത്ത് ജനിക്കുന്ന ആൾക്കാർക്കാണ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം വരെ നമുക്ക് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് ഈ ചന്ദ്രൻ ഈ നക്ഷത്രത്തിലുള്ള ജനിച്ചിട്ടുള്ള ആൾക്കാരെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ചന്ദ്രൻ എന്നുള്ളത് 27 നക്ഷത്രങ്ങളിലൂടെ സഞ്ചരിച്ച് ഒരു 360 ഡിഗ്രി സഞ്ചരിക്കുമ്പോഴാണ് നമുക്കൊരു മാസമായിട്ട് കണക്കാക്കാൻ വേണ്ടി സാധിക്കുക. അത് പകുതി സഞ്ചരിക്കുമ്പോഴാണ് ചന്ദ്രൻ്റെ ബലക്ഷയങ്ങളെക്കുറിച്ച് നമുക്കറിയാം. പക്ഷം എന്ന് നമ്മൾ 15 ദിവസങ്ങൾ കഴിയുമ്പോൾ അമാവാസിയോട് കൂടിയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഈ ഒരു മാസം കൊണ്ട് 360 ഡിഗ്രി സഞ്ചരിച്ച ഈ ചന്ദ്രൻ പിന്നീട് അത് ഒരു വർഷം കൊണ്ട് അതേ രാശിയിലേക്ക് എത്തുന്ന ഒരു വിശേഷ ദിനമാണ് നമ്മൾ ആട്ടപ്പിറന്നാൾ അഥവാ ആണ്ടുപിറന്നാൾ എന്നും വർഷത്തിലുള്ള ആ ഒരു ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്ന ആ ജനിച്ച ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത. എങ്കിൽ കേൾക്കുക, അന്നത്തെ ദിവസം ഈ സൂര്യൻ കൂടി അതേ രാശിയിൽ എത്തുന്നു എന്നുള്ളത് വളരെയധികം ഉത്തമമാണ്. അതുകൊണ്ട് തന്നെയാണ് പിറന്നാളായിട്ട് വർഷത്തിലുള്ള ആ ഒരു ദിവസം, ആ ഒരു മുഹൂർത്തം വളരെയധികം വിശേഷമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്തിനാണ് ഈ പിറന്നാളിനെ പണ്ടുള്ളവർ നിർണയിച്ചിട്ടുള്ളത്? അന്ന് ആ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള ആൾക്കാരുടെ ഏറ്റവും കൂടുതൽ ശുഭവും അശുഭവുമായ കാര്യങ്ങൾക്കുള്ള സാധ്യത കൂടിയ ദിവസമാണ് ആ ജന്മനക്ഷത്ര സമയം എന്നുള്ളത്, ആ ദിവസം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ശുഭകാര്യങ്ങൾക്കായി പണ്ടുകാലത്ത് ധാരാളം ദാനധർമാദികൾ ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് പിറന്നാൾ ദിവസത്തിൽ കാണുക. അതോടൊപ്പം സാധുജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, മുഖ്യമായി ക്ഷേത്ര ദർശനം ചെയ്യുക, ഈശ്വരാരാധന ചെയ്യുക, എല്ലാവരിലേക്കും ഒരു ആനന്ദത്തോടു കൂടി സഞ്ചരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെ അനവധി കാര്യങ്ങൾ നമുക്ക് പിറന്നാളുമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ആഘോഷങ്ങളല്ലാതെ നമുക്കതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ ചന്ദ്രൻ 360 ദിവസം കൊണ്ട് ഈ ഒരു വർഷം കൊണ്ട് ഒരു പൂർണ്ണതയിലെത്തുമ്പോൾ ഒരു പ്രാവശ്യം തിരിഞ്ഞ് സഞ്ചരിക്കുമ്പോഴാണ് ഇവിടെ ആട്ടപ്പിറന്നാളായിട്ട് കാണുന്നതെങ്കിൽ അങ്ങനെ ചന്ദ്രൻ്റെ 60 വർഷത്തെ സഞ്ചാരമാണ് ഒരു മനുഷ്യൻ്റെ ഷഷ്ടി പൂർത്തിയായിട്ട് നമ്മൾ കണക്കാക്കുക. 60ഓളം വർഷം കഴിയുമ്പോൾ ജനിച്ച അന്നുള്ള എല്ലാ ഗ്രഹസ്ഥിതികളും ഏറെക്കുറെ അതുപോലെ തന്നെ വന്നിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ വിശേഷം. 60ാമത്തെ വർഷത്തിലെ ആ ഷഷ്ടിപൂർത്തിയുടെ ദിനത്തിൽ നമുക്ക് ആ മാസത്തിലുള്ള ഗ്രഹസ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിലുള്ള സ്ഥിതിയും ഏതാണ്ട് സാമ്യമായിട്ട് തന്നെ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള എല്ലാ കാലത്തിലും ആ ജനിച്ച ഒരു നിമിഷം മുതൽ മരണം വരെയുള്ള എല്ലാത്തിനെയും സ്വാധീനിക്കുന്ന ഒരു വളരെ ശക്തിയുള്ള ഗ്രഹമാണ് ചന്ദ്രൻ എന്നുള്ളത്. ചന്ദ്രൻ എന്നുള്ളത് നമുക്ക് സൗമ്യ ഗ്രഹമായിട്ട് അറിയുമെങ്കിലും ചന്ദ്രൻ എന്നുള്ളത് മനസ്സിനെയാണ് ഏറ്റവും കൂടുതൽ പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജ്യോതിഷത്തിൽ ദുർഗയായും അമ്മയായും ഒക്കെ ചന്ദ്രനെയാണ് പറയുക. അതുകൊണ്ട് തന്നെ പ്രാരംഭം ചന്ദ്രനിൽ നിന്നാണ്. മനസ്സിൽ വെച്ചിട്ടാണ് മനുഷ്യൻ്റെ എല്ലാ സൃഷ്ടി, അതായത് വികാരങ്ങളൊക്കെ പ്രാരംഭം മനസ്സിലായതുകൊണ്ട് തന്നെ ചന്ദ്രൻ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ മനസ്സിനെയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക.
അപ്പോൾ നക്ഷത്ര ദിനത്തിൽ ഏറ്റവും കൂടുതൽ ഈശ്വര ആരാധനയും മറ്റും കൊണ്ട് ഏതേത് ദശകൾ സഞ്ചരിക്കട്ടെ, ഏതേത് ഗ്രഹചാരവശാലുള്ള ദോഷങ്ങൾ സഞ്ചരിക്കട്ടെ. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഉദാഹരണം മേടക്കൂറുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ശനിയുടെ ഒരു ചാരദൃഷ്ടിദോഷം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ നക്ഷത്ര ദിവസത്തിൽ നമുക്ക് ശുഭകാര്യങ്ങളിലൂടെ ഈശ്വര ആരാധനയിലൂടെ വിശേഷമായി ഒരു ശനിയുടെ ഒരു ഹോമം ചെയ്യാൻ സാധിക്കുക, ശനിക്ക് വേണ്ടി ഒരു പ്രീതി ചെയ്യുക. അത് മറ്റുള്ള എല്ലാ ദിവസത്തിൽ നിന്നും ഏറ്റവും ഉത്തമമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്താൽ അതൊരു 100 മടങ്ങ് ഫലത്തെ തരുന്നതാണ് നക്ഷത്ര ദിവസത്തിലുള്ള നമ്മുടെ പ്രാർത്ഥനകൾ. അതുകൊണ്ട് പിറന്നാൾ ദിവസം ഇന്നിപ്പോൾ നമ്മുടെ കാലത്ത് നമ്മുടെ കുട്ടികളുടെയൊക്കെ പിറന്നാൾ ആഘോഷിക്കുന്നത് കണ്ടാൽ നമുക്ക് കാണാം. ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ഫേസ്ബുക്കിലായി കഴിഞ്ഞാലും എത്ര കുട്ടികളുടെയൊക്കെ പിറന്നാൾ കാണുന്നതാണ്. പക്ഷെ ബഹുഭൂരിപക്ഷവും നമുക്ക് സങ്കടം കാണാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള മാംസഭക്ഷണങ്ങൾ കഴിച്ച് പലതരത്തിലുള്ള ഹിംസകൾ ചെയ്ത് ഇല്ലേ. ശരിക്കും പിറന്നാൾ ദിവസത്തിൽ അതിഗംഭീരമായ പയോവ്രതം ആണ് അനുഷ്ഠിക്കേണ്ടത്. അതിഗംഭീരമായ പയോവ്രതത്തിന്റെ ചിട്ടകൾ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ അത്ഭുതം തോന്നുന്നതാണ്. ഇങ്ങനെയൊക്കെ പുരാണകാലത്ത് മനുഷ്യന് സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്നുപോലും നമുക്കത് സാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മേന്മ നമുക്ക് നിർണയിക്കാൻ സാധിക്കാത്തതാണ്. ന ഹിംസ്യാത് ഭൂതജാതാനി ന സ്പൃശേത് യദമംഗലഃ ന ശപേത് ന അനൃതം വചേത്. ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ പറയുന്ന ഒരു പിറന്നാൾ ദിവസത്തിൽ ആ പിറന്നാളുകാരൻ ചെയ്യേണ്ടത് മുഖ്യമായി അന്നത്തെ ദിവസം എന്ത് ചെയ്യാൻ പാടില്ല, അന്ന് കാലത്ത് തന്നെ കുളിച്ച് കളവ് പറയാതിരിക്കുക, മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാൻ സാധിക്കുക, ഗുരുജനങ്ങളെ വന്ദിക്കാൻ സാധിക്കുക, ഗുരുനാഥന്മാരെ കാലുതൊട്ട് നമസ്കരിക്കാൻ സാധിക്കുക, ഗൃഹത്തിൽ പ്രായമായിട്ടുള്ളവരൊക്കെ അനുഗ്രഹം വാങ്ങി തലയിൽ അരിയിട്ട് അനുഗ്രഹം സ്വീകരിക്കുക. ഇതൊക്കെയാണ് പണ്ട് കാലത്ത് ചെയ്യാറ്. മുഖ്യമായി ക്ഷേത്ര ദർശനത്തിന് ആ ഒരു ചന്ദ്രന്റെ ഒരു പൂർണ്ണ ബലം ഈ ഒരു വ്യക്തിയിൽ, ഒരു പൂർണ്ണ സ്വാധീനം ഈ ഒരു വ്യക്തിയിൽ അന്നത്തെ ദിവസം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മാനസികമായി ഈശ്വരീയ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് പൂർണ്ണ ഫലത്തെ സൃഷ്ടിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ക്ഷയാത്രായതേ ഇതി ക്ഷേത്ര. ഒരു വർഷത്തിലെ പല കർമ്മങ്ങൾ നമ്മൾ ഒരു നിമിഷത്തിൽ 100,000 ചിന്തിക്കുന്ന നമ്മൾ ഒരു വർഷം കൊണ്ട് ചിന്തിച്ചതിനെയൊക്കെ ഒരു റീഫ്രഷ് ആയിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുന്ന ഒരു സന്ദർഭമാണ് പിറന്നാൾ ദിവസത്തിലുള്ള വിശേഷാൽ പൂജകളാവട്ടെ, ക്ഷേത്ര ദർശനം, ഒപ്പം ഗണപതി ഹോമങ്ങൾ ചെയ്യാൻ സാധിക്കുക, പിറന്നാൾ ഹോമം ചെയ്യാൻ സാധിക്കുക, ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ കർഗഹോമം ചെയ്യാൻ സാധിക്കുക, അന്നദാനത്തിന് കൊടുക്കുക, സാധുജനങ്ങൾക്ക് അനാഥാലയങ്ങൾ പോലുള്ളതിലൊക്കെ അന്നദാനത്തിനും മറ്റും ഭക്ഷണത്തിനും മറ്റും കൊടുക്കാൻ വേണ്ടി സാധിക്കുക. മറ്റ് ഇന്നുള്ള പോലെയുള്ള പലതരത്തിലുള്ള ജീവികളെയും ഏതിനെയും പിടിച്ചു ഭക്ഷിക്കാം എന്നാണ് ഇന്നത്തെ കാലത്ത് അങ്ങനെയായിട്ടുണ്ട് എന്നാണ്. അവനവനെ കഴിക്കാത്തതിനൊക്കെ കഴിക്കുന്ന ഒരു കാലഘട്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ സനാതനധർമ്മ വിശ്വാസികളായ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടാണ്. സനാതനധർമ്മം എന്നുള്ളത് ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. അത് ഹിന്ദു എന്നുള്ളത് നമ്മുടെ ഒരു സംസ്കാരമാക്കി മാറ്റാൻ സാധിക്കണം. മനുഷ്യന്റെ സംസ്കാരമാണ്, അല്ലാതെ ഹിന്ദുക്കളുടെ സംസ്കാരം ആ ഒരു ജാതിയുടെ സംസ്കാരം എന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഹിന്ദുത്വം എന്നുള്ളത് ഒരു സംസ്കാരമായിട്ട് നമുക്ക് കണ്ടുകൊണ്ട് ഈ ഒരു ചിങ്ങമാസത്തിൽ വരുന്നവർ മുതൽ ആരംഭിക്കാൻ സാധിക്കട്ടെ. എല്ലാ പിറന്നാളിനും നമുക്ക് ക്ഷേത്ര ദർശനങ്ങളും ആത്മീയ കാര്യങ്ങളും അതോടൊപ്പം തന്നെ സസ്യാഹാരങ്ങളും കഴിച്ച് നന്മയെ പാടിക്കൊണ്ട് നല്ലത് അറിയുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ജീവിതത്തിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കട്ടെ. ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും ഒക്കെ അയച്ചു കൊടുക്കുക. എല്ലാവർക്കും സാധിക്കട്ടെ ഈശ്വരീയത്വമായ ഒരു ജീവിതത്തിലേക്ക് പിറന്നാളോടുകൂടി സഞ്ചരിക്കാൻ. നന്ദി, നമസ്കാരം.